നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 20/7/2026 തിങ്കളാഴ്ചത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ മുടങ്ങാതെ ഈ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ വീഡിയോയിലൂടെ സോമൻ കാരാട് നമുക്ക് പ്രത്യേക നന്ദി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നിസാർ നല്ലമ്പലം ദിവസം വീഡിയോ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. മധുകുമാർ മാവേലിക്കര ചോദിക്കുന്നത് ഫാക്ടംബോസിൻ്റെ വളം ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ മരത്തിന് ഇടുന്നത് നല്ലതാണോ, പാൽ കൂടുതൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഫാക്ടംബോസ് നല്ല വളം തന്നെയാണ്, റബ്ബറിന് ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്ന ഒരു വളം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ട വെട്ടുന്ന മരത്തിന് അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാലായിരിക്കും. 5 മരത്തിനൊക്കെ ഒരു ഷീറ്റൊക്കെ കിട്ടും. പക്ഷേ 2 വർഷം ആകുമ്പോഴത്തേക്ക് പാലെല്ലാം കൂടെ ഇറങ്ങിയിട്ട് പിന്നെ പാലില്ലാത്തൊരവസ്ഥയായപ്പോൾ ചില മരങ്ങൾ ഉണങ്ങിപ്പോകാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടംബോസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷോർട്ടർ വെട്ടുന്ന മരത്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫാക്ടംബോസിൻ്റെ കൂടെ പൊട്ടാഷ്യം കൂടെ കൂട്ടി കലർത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാലായിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കൊരു സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ലാറ്റക്സിൻ്റെ വ്യാപാരി വില വീണ്ടും ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. രാവിലെ വർദ്ധിച്ചാണ് കച്ചവടം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയേറെ റബ്ബർ വില വർദ്ധിച്ചു എന്ന് കേട്ടിട്ടും പല തോട്ടങ്ങളും ഇപ്പോഴും ടാപ്പിംഗ് ആരംഭിക്കാതെ ആണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നോട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് കർഷകർ അന്ന് ഊർജിതമായി വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് വില കൂടി എന്ന് കേട്ടാൽ പോലും ടാപ്പിങ്ങിനായിട്ട് ആരും മുന്നോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കർഷകർ കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ തെളിവാണത്. പുതുതായിട്ട് ആരും ഈ കാർഷിക മേഖലയിലോട്ട് വരുന്നില്ല. അപ്പോൾ കർഷകരുടെ ഈ ക്ഷാമം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുതിയ തലമുറ ആൾക്കാർ പുറത്തൊന്നും പോകാതെ നമ്മുടെ കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ റബ്ബർ ആയാലും ഏത് കൃഷിയായാലും ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ കർഷകരും കുറവായിരിക്കും, ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ കുറയുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും. അപ്പോൾ നമുക്ക് എന്തായാലും റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS-4 282 രൂപ, RSS-5 278 രൂപ, ISNA 20 244 രൂപ, ലാറ്റക്സ് 60% 187 രൂപ 5 പൈസ, ലൂസ് 270 രൂപ, ലോട്ട് 244 രൂപ മുതൽ 249 രൂപ വരെ, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 180 രൂപ, 60% DRC ഉള്ള ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 135 രൂപ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 282 രൂപ, RSS-5 278 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 274 രൂപ, RSS-5 270 രൂപ, ISS 240 രൂപ 50 പൈസ മുതൽ 241 രൂപ വരെയും, ഒട്ടുമാലിൻ്റെ വ്യാപാരി വില 158 രൂപ മുതൽ 170 രൂപ വരെയും. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 268 രൂപ, ഫാക്ടറി വില 278 രൂപ, 1 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 13,400 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 16,080 രൂപ, 35% DRC ഉള്ളതിന് 18,760 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.